എല്ലാ കാലത്തും ഗവൺമെൻറ് വിമർശനങ്ങൾ കേൾക്കാറുണ്ട്, ഇത് ആൾക്കാർ തെറിയൊക്കെ വിളിക്കും ഭരിക്കുന്നവരെ. പക്ഷേ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ഏക സർക്കാരും മന്ത്രിമാരും ഇതാണെന്ന് പറഞ്ഞു. മൾട്ടി ലാംഗ്വേജ് തെറി. കാരണം ഈ സർക്കാർ കഴിഞ്ഞ മാസം തമിഴിൽ തെറി കേട്ടു, തെലുങ്കിൽ തെറി കേട്ടു, ഹിന്ദിയിൽ തെറി കേട്ടു, കന്നഡയിൽ തെറി കേട്ടു, ഇംഗ്ലീഷിൽ തെറി കേട്ടു. അങ്ങനെ മന്ത്രി പറഞ്ഞത് കപടഭക്തരാണെന്നാണ്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമല്ലേ, കഷ്ടമല്ലേ? കാരണം ഞാൻ ചോദിക്കുന്നത്, അമ്പലത്തിൽ പോവുക എന്നത് വിശ്വാസമാണോ വർഗീയതയാണോ? അത് വിശ്വാസമാണ്. അപ്പോൾ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അച്യുതമേനോനോ CPIയുടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, EMSനോ പറ്റുമോ? പിണറായി വിജയൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നത് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന ഓമന പേരിട്ട്, നല്ല താങ്കൾ ഇവിടെ പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ്, പച്ച വർഗീയത. എല്ലാവരെയും വിഭജിക്കുകയാണ്. വിഭജിച്ച് പല തട്ടിലാക്കി അതിനകത്തുനിന്നും മുതലെടുപ്പ് നടത്തി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ നോക്കുക. സന്ദീപ് ഈ പട്ടത്തുള്ള ഒരാളാണ്. അവർ രണ്ടുപേരും നിയമവിരുദ്ധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോയി തല്ലി ആലപ്പുഴയിൽ. കോടതിയിൽ ഞങ്ങൾ പോയി, കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തു. ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ട് ഇവർ 2 തവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകുന്നില്ല. ഇന്ന് ചോദിച്ച ചോദ്യം, പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരനുസരിക്കുന്നത്? ഈ ഗവൺമെൻറ്റിന് 2 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഏറ്റുവാങ്ങിയ ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്ന ഗവൺമെൻറ് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിനെ വർണ്ണിക്കുന്നത് കഴുകനാണെന്ന് വരെ വർണ്ണിച്ചു. കഴുകനാണ് എന്ന് പറയുകയാണ്. അദ്ദേഹം കഴുകനാണ്, സൂര്യനാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇവരാരും അദ്ദേഹം മനുഷ്യനാണെന്ന് പറയുന്നില്ല. ശ്രദ്ധിച്ചില്ലേ? അമാനുഷികനാണെന്നുള്ളത് അല്ല, മനുഷ്യത്വം ഇല്ലെന്നൂടെ ഉണ്ട് അതിനർത്ഥം. അമാനുഷികനെന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ കാണുന്നത്. ഇവിടെ അദ്ദേഹത്തെ 2ാമത് പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് സമ്മറിയിലുള്ള അദ്ദേഹത്തിൻ്റെ രോഗവിവരം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റേബിളാണ് എന്നെഴുതി അദ്ദേഹത്തെ ജയിലിലടച്ചു. 9 ദിവസം ജയിലിലിട്ടു. ഇവിടെയോ? ഇവിടെ 124 വകുപ്പ് ഇട്ട ആളുകൾ നടത്തും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ PC വിഷ്ണുനാഥ്. താങ്ക് യു. കേരളം ഒരു വശത്ത് ഒരു കലാപഭൂമിയാണ്. കലാപത്തിനിറങ്ങുന്നവരെ സംരക്ഷിക്കുന്ന സർക്കാർ. IPC 124 വകുപ്പ് പ്രകാരം അറസ്റ്റിലാക്കപ്പെട്ട ചില SFI ഗവർണറുടെ ഭാഷയിൽ ബ്ലഡി ക്രിമിനൽസ് മണിക്കൂറുകൾക്കുള്ളിൽ ജയിലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിൽ കിടന്നത് നീണ്ട 9 ദിവസങ്ങൾ. വിചിത്രമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വാസ്തവത്തിൽ കേരളത്തിൽ അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണോ നിലവിലുള്ളത്? രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ അടികൊണ്ട നിരവധി യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും അഴിക്കുള്ളിലൊക്കെ കിടക്കുന്നു. ചിലർ ആശുപത്രികൾക്കുള്ളിലാണ്. അവരെ ആക്രമിച്ചവർ സ്വൈര്യവിഹാരം നടത്തുന്നു. ഇങ്ങനെ പോയാൽ മതിയോ ഈ ഒരു കോൺഗ്രസ് സംവിധാനം? അങ്ങേപ്പോലുള്ള വളരെ തീഷ്ണതയോടെ പ്രതികരിക്കുന്ന, ഉജ്ജ്വലമായി സമരവേദിയിലേക്ക് എടുത്തു ചാടുന്ന യുവ രക്തങ്ങൾ ഇങ്ങനെ നിശബ്ദരായിരുന്നാൽ മതിയോ? ഇല്ല, ഞങ്ങൾ ഈ സമരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ച ഒരു വലിയ ധീരതയുണ്ട്. കാരണം കല്യാശ്ശേരിയിലാണ് അവർ ആദ്യ കരിങ്കൊടി കാണിക്കാൻ തയ്യാറായത്. അങ്ങനെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന പരിപാടിയൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. കാസർഗോഡ് തുടങ്ങി. പക്ഷേ കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് വെളുപ്പാങ്കാലത്ത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ വീട്ടിൽ കയറി പോലീസ് കരുതൽ തടങ്കൽ എന്നും പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിനോടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കല്യാശ്ശേരിയിൽ പ്രകടിപ്പിച്ചത്. അതിനെ നേരിട്ട രീതി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചെടിച്ചട്ടി എടുത്ത് അങ്ങോട്ട് ഈ ഒരു വെളിപ്പെടുത്തൽ വാസ്തവത്തിൽ മാധ്യമങ്ങൾ ഇതേ നിലയിൽ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടില്ല. ഇല്ല, ഞാനത് വസ്തുതാപരമായ കാര്യം പറയുന്നത്. ഞങ്ങളങ്ങനെ കരിങ്കൊടി കാണിക്കണം. കാരണം ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടി തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ ദൂർത്ത് മറ്റു വശങ്ങളൊക്കെയാണ് ആദ്യം ചർച്ച ചെയ്തത്. അപ്പോൾ അതിനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കണമെന്നൊരു തീരുമാനം പാർട്ടി തലത്തിൽ എടുക്കാം, പലതരത്തിലെടുക്കാം. പക്ഷേ അതങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ സമരമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടിയാണ് നമ്മൾ ഇതിനെ കാണുന്നത്, രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ വരുന്ന വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ
കല്യാശ്ശേരിയിൽ വെളുപ്പാങ്കാലത്ത് നമ്മുടെ കുട്ടികളെ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരതിനോട് പ്രതികരിച്ചപ്പോൾ ഇവരിങ്ങനെ ഈ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അടിച്ചു, തല പൊട്ടിച്ചു, ഹെൽമറ്റ് എടുത്തു, പോലീസ് കാവൽക്കാരായിട്ട് നിന്നു. ആർക്ക്? അക്രമികൾക്ക്. അതിനേക്കാൾ ഞെട്ടിച്ചത് അതിനോടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ്. അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഇത് രക്ഷാപ്രവർത്തനമാണ്. 2, ഇത് മാതൃകാപരമാണ്. 3, ഇതിനി ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസ്ഥാനത്ത് കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നത് 57-ൽ കേരളം രൂപീകരിച്ച് ഇന്ന് വരെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയോ ഭാഗത്തു നിന്നും സമാനമായ എന്തെങ്കിലും ഒന്ന് മുമ്പുണ്ടായതൊരു പേര് നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്. അദ്ദേഹം പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നുകൊണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങളുണ്ടായി. ആ പ്രതികരണങ്ങളോടും ഈ പറഞ്ഞതുപോലെയാണ്. ഇപ്പം ഇന്ന് നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട് പ്രതിപക്ഷ നേതാവ്. ഇതിനകത്ത് നിയമവിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കല്ലിയൂർ സ്വദേശി ഒരു അനിലും സന്ദീപ് ഈ പട്ടത്തുള്ള ഒരാളാണ്. അവർ രണ്ടുപേരും നിയമവിരുദ്ധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോയി തല്ലി ആലപ്പുഴയിൽ. കോടതിയിൽ ഞങ്ങൾ പോയി കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തു. ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ട് ഇവർ 2 തവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകുന്നില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ അനുസരിക്കുന്നത്? ഈ പോലീസിനെ, ഈ ആഭ്യന്തര വകുപ്പിനെ. അപ്പോൾ അതും കഴിഞ്ഞ് കായംകുളത്തെത്തിയപ്പോഴോ ഭിന്നശേഷിക്കാരനായ അജിമോനെ വളഞ്ഞിട്ട് തല്ലുകയാണ്. അയാൾ മുട്ടിലെഴഞ്ഞാണ് നടക്കുന്നത്. കാലിന് ശേഷിയില്ല, തലോട്ടില്ല. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ അതിനൊക്കെ എതിരായിട്ടുള്ളൊരു പ്രതികരണം ഇവിടെ ഉണ്ടായി. ഈ നാട്ടിലെ പാവങ്ങൾക്ക് 5 മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. എന്തിനാണ് നമ്മൾ സമരം ചെയ്തത്? പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും പാപ്പച്ചൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു നിരപരാധി, എനിക്കിനി പെൻഷൻ തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന 1 മാസം മുമ്പ് കളക്ടർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും കത്തെഴുതി കൊടുത്തിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത സാഹചര്യം അടക്കം ഇവിടെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഒരു മറിയക്കുട്ടി അമ്മയ്ക്ക് പിച്ച ചട്ടിയുമായി തെരുവിലിറങ്ങേണ്ട ഗതികേടുണ്ടാകുന്നു. ജനങ്ങളുടെ കയ്യിൽ നിന്ന് 2 രൂപ വെച്ച് സാമൂഹിക പെൻഷൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെസ് പിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ ആവശ്യം ഞാൻ തന്നെ അവതരിപ്പിച്ചത് കൊണ്ടുവന്നു. അതിനെതിരെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ സമരം ചെയ്യുമ്പോൾ അദ്ദേഹം ഈ അറസ്റ്റ് ചെയ്യുന്നതിന് തലേ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൊല്ലത്ത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭക്ഷണപ്പുരയിൽ ഞാൻ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ അവിടെ വന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. കലോത്സവ വേദിയിൽ അദ്ദേഹം പോയി. അതിനുശേഷം കുണ്ട്രയിലെ UDFൻ്റെ കുറ്റവിചാരണ സദസ്സിൽ വന്നു. ഞാൻ പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം രാഹുൽ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ 4 ദിവസം ചികിത്സയിലായിരുന്നു എന്നുള്ള കാര്യം അവിടെ സ്റ്റേജിലുള്ള പലർക്കും അറിയത്തില്ലായിരുന്നെങ്കിലും എനിക്കറിയാമായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചില്ല, പോയി. വെളുപ്പാങ്കാലത്ത് കേൾക്കുന്ന വാർത്ത 5:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ക്രിമിനലുകളെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോയി. ഞാൻ വഞ്ചിയൂർ കോടതിയിലും ആ ദിവസം മുഴുവനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് ഡിസ്ചാർജ് സമ്മറിയിൽ അദ്ദേഹം എന്ത് കാര്യത്തിലാണ് ചികിത്സയിലായിരുന്നു എന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും സർക്കാർ അഭിഭാഷകൻ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഞങ്ങളിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, ആരോപണമായിട്ട് പറയുന്നു, ഇവിടെ അദ്ദേഹത്തെ 2ാമത് പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് സമ്മറിയിലുള്ള അദ്ദേഹത്തിൻ്റെ രോഗവിവരം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റേബിളാണ് എന്നെഴുതി അദ്ദേഹത്തെ ജയിലിലടച്ചു. 9 ദിവസം ജയിലിലിട്ടു. ഇവിടെ 124 വകുപ്പ് ഇട്ട ആളുകൾ നടത്തും. അതുമാത്രമാണ് ഇവിടെ അങ്കമാലിയിൽ ഒരു SFIക്കാരൻ പോലീസ് ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നു. അവൻ്റെ വീട് വളഞ്ഞു പിടിക്കണ്ടേ? വീട് വളഞ്ഞു പിടിക്കുന്നുണ്ടോ? അപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യുന്ന ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുക. ഇപ്പോൾ 33 ദിവസമായി നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ജയിലിൽ കിടക്കുക. 33 ദിവസം. ഇന്ന് 33ാമത്തെ ദിവസം. ഇന്ന് അയാൾക്ക് ജാമ്യം കിട്ടി. 33ാമത്തെ ദിവസം. ഇത് ഈ
ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അധികാരം തലയ്ക്ക് പിടിച്ച് ഇവർക്കെല്ലാം മുഖ്യമന്ത്രിക്കടക്കം ഭ്രാന്തായിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഭ്രാന്തിനുള്ള ചികിത്സയാണ് MT വാസുദേവൻ നായർ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നിർദ്ദേശിച്ചത്. അധികാരം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി മാറിയിരിക്കുകയാണ്. അല്ല, നിങ്ങൾ സൂക്ഷിക്കണം. ഭരണകൂടം എന്തിനും പഠിക്കാത്തവരാണ്. ഇന്ന് സതീശനെതിരെ PV അൻവർ പറഞ്ഞിരിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പ് ആ സമയത്ത് 150 കോടി രൂപ 3 കണ്ടെയ്നർ ലോറികളിലാക്കി ബംഗളൂരുവിൽ നിന്ന് IT കമ്പനികൾ ചേർന്ന് അവിടെ പരവൂർ അടുത്ത് കടപ്പുറത്തെത്തിച്ചു. അവിടെ നിന്ന് 2 ആംബുലൻസുകളിൽ കയറ്റിയാണ് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത്. എല്ലാത്തിൻ്റെയും കൃത്യമായ തെളിവുകൾ അൻവറിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അൻവർ പറയുന്നത് സതീശൻ്റെ യാത്രാരേഖകൾ അടക്കം പരിശോധിക്കണം. 150 കോടി രൂപ വാങ്ങി സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിച്ചതിന്റെ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ്. 150 കോടി രൂപ അത് ഈ നോട്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടി റെഫ്രിജറേറ്റഡ് ട്രക്കിലാണ് ഇത് കൊണ്ടുവന്നത്. എന്നിട്ട് അത് പിന്നെ പറവൂരേക്ക് കൊണ്ടുവരുന്നു. ചാവക്കാട് വരെയാണ് വന്നത്. അവിടുന്ന് വേറൊരു വാഹനത്തിൽ ഇത് കൊണ്ടുവരുന്നു. കണ്ടെയ്നർ ലോറികളിൽ കേരളത്തിൻ്റെ 150 കോടി ഇയാൾ പറഞ്ഞ പോലെ ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു ക്രമസമാധാനത്തിൻ്റെ സ്ഥിതി മനസ്സിലായി കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ. എന്നിട്ട് ഇത് പിന്നെ ബാംഗ്ലൂരേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. പിന്നെ തിരിച്ച് കുറച്ചുകൂടെ മുടക്കി പിന്നെ ബാക്കിയെല്ലാം സ്വകാര്യ ആവശ്യത്തിന് ബംഗളൂരുവിൽ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ച് ഇപ്പൊ IT കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വീണ വിജയനും മാത്രമല്ല സതീശനും IT. ഞാൻ പറഞ്ഞതെ താങ്കൾ പറഞ്ഞു ഏത് എക്സ്ട്രീം വരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്ന് കൊണ്ടുവന്ന ഒരു ആക്ഷേപം എഴുതി കൊടുത്ത് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് ഇത്. അദ്ദേഹം മുമ്പ് ഞാൻ പറയുന്നത് ഇത് പ്രതിപക്ഷം അനുഭവിക്കുക തന്നെ ചെയ്യണമെന്നാണ്. കാരണം ഈ അൻവറിനെ വളർത്തിവിട്ടതിൽ പ്രതിപക്ഷത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ അൻവർ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ചപ്പോൾ, അവർക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്ത് അർമാദിച്ചപ്പോൾ നിങ്ങൾ നിശബ്ദരായിരുന്നു. അല്ല, ഇത് മാത്രമല്ല, ഞാൻ അതിനോടുള്ള വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ വരാതിരുന്നത് ശരിയായില്ല എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഞാനതിനോട് യോജിക്കുന്നൊന്നുമില്ല. കുറച്ചുകൂടെ ഗൗരവത്തോടെ അതിനെ കാണേണ്ടിയിരുന്നു. കാരണം അതിനു മുമ്പ് എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ്. കാരണം ഇത് ബുദ്ധിജീവികളുടെ, ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ, ഇൻ്റലക്ച്വൽ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഇൻ്റലക്ച്വൽസിൻ്റെയൊക്കെ പാർട്ടിയല്ലേ. ഇദ്ദേഹം തന്നെ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അവിടെ ഒരു തടയണ പൊളിക്കുന്നതിനുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കെതിരായിട്ടുള്ള സമരത്തിന് പണം ഇറക്കിയിരിക്കുന്നത് ജപ്പാനാണ്. കാരണം ഈ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകി അറബിക്കടലിൽ പോകണം. അറബിക്കടലിൽ നിന്ന് നീരാവി ആവണം. നീരാവിയായിട്ട് അത് കാർമേഘമാവണം. കാർമേഘമായിട്ട് ഈ കാർമേഘം നേരെ എങ്ങോട്ട് പോകും? ജപ്പാനിലേക്ക് പോകും. എന്നിട്ട് ജപ്പാനിൽ മഴ പെയ്യണം. ജപ്പാനിൽ മഴ പെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്കെതിരായിട്ടുള്ള ഈ സമരത്തിന് ജപ്പാൻ ഫണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA മാധ്യമ സമ്മേളനം വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് നിങ്ങൾ പരിശോധിച്ചോ. ഇത് കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിയമസഭാ സാമാജികനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അയാൾ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അപമാനിക്കപ്പെട്ടതില്ല. പക്ഷേ അദ്ദേഹം ഇന്നാൾ കഴിഞ്ഞ ദിവസം പറയുന്നു, ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഏത്? ഈ കാർമേഘം ജപ്പാനിലേക്ക് പോകുന്ന ഈ കാർമേഘ തിയറിയിൽ അത് അടുത്തതാണ് ഇപ്പോൾ ഈ പറഞ്ഞ എന്താണ് റെഫ്രിജറേറ്റഡ് ട്രക്കിനകത്ത് 150 കോടി VD സതീശന്. അപ്പം അതായത് കേരയിൽ വന്നിരുന്നെങ്കിൽ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും മുഴുവൻ IT കമ്പനികളും 25 ലക്ഷം യുവാക്കൾക്ക് ജോലി കിട്ടുമായിരുന്നു. അതെല്ലാം പൂട്ടിപ്പോവും. അവിടുത്തെ അതെല്ലാം കംപ്ലീറ്റ് പൂട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഇത്. ഞാൻ പറഞ്ഞില്ല, ഇത് കേരളിനെതിരായിട്ടുള്ള സമരത്തെ ഈ 150 കോടിയായിട്ട് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ തടയണയ്ക്കെതിരായിട്ടുള്ള സമരത്തെ ജപ്പാൻ്റെ ഗൂഢാലോചനയാണ്. ഞാൻ പറഞ്ഞില്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ ഒരുപാട് CPM-കാരല്ലേ ഉള്ളൂ. നമ്മുടെ ഐസക്കൊക്കെ അതിൻ്റെ പഴയ നേതാക്കന്മാരാണ്. രവീന്ദ്രനാഥ്. അല്ല, ഒരു കാലത്ത് ഐസക്കൊക്കെ ആയിരുന്നു നിയമസഭയുടെ മുഖമെങ്കിൽ ഇപ്പോൾ PV അൻവർ നിയമസഭയിലും പുറത്ത് ആർഷോയെ പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കളുമാണ്. ഇവരാണ് ഇപ്പോൾ CPM-ന്റെ മുഖം. ഇടതുപക്ഷത്തിൻ്റെ മുഖങ്ങളായിട്ട് വരുന്നത് ഇതുപോലെയുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ P ഗോവിന്ദപിള്ള ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക മുഖമായിരുന്നു. സഖാവ് MA ബേബി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലും
കാണുന്നില്ല. ഇപ്പം ഈ പറഞ്ഞില്ലേ, അപ്പം ഇത് മതി എന്നുള്ളതാണ്. നോക്കൂ, മന്ത്രിമാർ പോലും മത്സരിക്കുകയല്ലേ. പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റു പുളകിതമായ മണ്ണ് തീർത്ഥാടന കേന്ദ്രമാകും എന്ന് ഒരു മന്ത്രി പ്രസംഗിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അടുത്ത ആഴ്ച മന്ത്രിക്ക് ഒരു വകുപ്പൂടെ കിട്ടി. എന്ന് മാത്രമല്ല, ഗോവിന്ദൻ അതിനേക്കാൾ കടുപ്പത്തിൽ പറഞ്ഞില്ലേ, സൂര്യനാണ്. അതെ, അദ്ദേഹം സൂര്യനാണ്. അദ്ദേഹത്തിനെ അനുകൂലിച്ച് കിരണങ്ങൾ ഏറ്റാൽ കരിഞ്ഞു പോകുന്ന, ബാക്കിയുള്ളവർ കരിഞ്ഞു പോകുന്നതാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെ വർണ്ണിക്കുന്നത് കഴുകനാണെന്ന് വരെ വർണ്ണിച്ചു. കഴുകനാണ് എന്ന് പറയുകയാണ്. അദ്ദേഹം കഴുകനാണ്, സൂര്യനാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇവരാരും അദ്ദേഹം മനുഷ്യനാണെന്ന് പറയുന്നില്ല. ശ്രദ്ധിച്ചില്ലേ? അമാനുഷികനാണെന്നുള്ളത് അല്ല, മനുഷ്യത്വം ഇല്ലെന്നൂടെ ഉണ്ട് അതിൻ്റെ അർത്ഥം. അമാനുഷികനെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ കാണുന്നത് മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെ ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, കുതിരയാണ് എന്നൊക്കെ പറയുമ്പോൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് മനുഷ്യനല്ലെന്നാണ്. ഇവിടെ ഒരു വിചിത്ര ബുദ്ധി അവർ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അൻവറിന്റെ ആരോപണത്തിലാണെങ്കിലും SFI വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഇറക്കി വിട്ട് ഗവർണർക്കെതിരെയുള്ള ഈ ആക്രമണത്തിലാണെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ശ്രദ്ധ വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് മാറി, പിണറായി വിജയനെതിരെയുള്ള അഴിമതി കഥകളിൽ നിന്ന് മാറി, സർക്കാരിൻ്റെ ദുർവ്യയം, ധാർഷ്ട്യം അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മാറി എല്ലാ ചിന്തകളും കണ്ണുകളും ഇത്തരം അബദ്ധജടിലമായ വിവാദങ്ങളിലേക്ക് പോയി. വളരെ കറക്റ്റാണ് താങ്കളുടെ ചോദ്യം. വളരെ കറക്റ്റാണ്, കൃത്യമായ നിരീക്ഷണമാണ്. കാരണം ഇത് ഗവൺമെൻറ് പ്രതിക്കൂട്ടിൽ യഥാർത്ഥത്തിലായി നിൽക്കുന്ന വലിയ ഗൗരവമുള്ള വിഷയങ്ങളിൽ നിന്നും ഇത് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ടുള്ള മാസപ്പടി ആരോപണമല്ലല്ലോ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻ്റാണ്. തുടർ അന്വേഷണങ്ങളാണ്. ഒന്ന് ജഡ്ജ്മെൻറ്റ് തന്നെയാണ്, നമ്പർ 1. നമ്പർ 2, നോക്കൂ കേരളത്തിലെ കർഷക ആത്മഹത്യകൾ. ഇപ്പോൾ മാധ്യമങ്ങൾക്കൊരു വാർത്ത പോലും അല്ലാതാവുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ കുട്ടനാട്ടിലെ ഒരു കർഷകൻ പ്രസാദ് അനുജനെ വിളിച്ച് പറയുകയാണ്, ഞാൻ പരാജയപ്പെട്ട കർഷകനാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അനിയൻ പറയുന്നു, അബദ്ധമൊന്നും കാണിക്കരുത്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നമ്മളെല്ലാം കേട്ടതാണ്, നിങ്ങളും കേൾപ്പിച്ചതായിരിക്കും ആ സംഭാഷണം, എൻ്റെ വീട്ടിലേക്ക് വരൂ, വരുമ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും, എൻ്റെ മൃതശരീരത്തിൽ ഒരു റീത്ത് നീ വെക്കണം, എന്നിട്ട് എൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ഈ സർക്കാരാണെന്ന് പറയണം. കാരണം നെല്ലെടുത്തിട്ട് അവരെ പൈസ കൊടുക്കുന്നത് ലോണായിട്ടാണ്. ഈ ലോണിനുള്ള തുക ബാങ്കിലേക്ക് സർക്കാർ അടച്ചില്ലെങ്കിൽ ഇവൻ്റെ സിവിൽ സ്കോർ താഴെ പോവുകയാണ്. നെല്ലെടുത്താൽ പൈസ കൊടുത്താൽ പോരെ. അതൊന്ന്. ക്ഷീരകർഷകൻ ആത്മഹത്യ ചെയ്തു. പത്തനംതിട്ടയിലെ ലൈഫ് ഭവന പദ്ധതിയിൽ 3ാം ഗഡു മുടങ്ങി ഉള്ള കോര പുളിച്ച് കളഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത, കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ ഒരു നിരപരാധി കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ബാലഗോപാൽ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ആ വിഷയം അവതരിപ്പിച്ചു. പാപ്പച്ചൻ ജോസഫ് എന്ന് പറഞ്ഞയാൾ സ്ട്രോക്ക് വന്ന് തളർന്നയാളാണ്. അയാളുടെ ഭാര്യ കഴിഞ്ഞ വർഷം മരിച്ചു. 47 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ മകനെയും സ്ട്രോക്ക് വന്ന് തളർന്ന ഭർത്താവിനെയും നോക്കിയതായിരുന്നു അവരാണ്. അവർ മരിച്ചു പോയതോടുകൂടി ഇയാൾക്ക് ഒരു അനാഥാലയത്തിൽ കൊണ്ട് ഇദ്ദേഹമാക്കി. അവിടെ ഇവർ പറയുന്ന പോലല്ല, മന്ത്രി എത്ര തെറ്റാ പറഞ്ഞു. മന്ത്രി പറഞ്ഞു വെള്ളിമാട് കുന്നിലെ ഒരു അനാഥാലയത്തിലാണെന്ന്. അവിടെ അല്ലല്ലോ, അപ്പം മന്ത്രിക്ക് നിയമസഭയിലൊക്കെ ഇവർക്കൊക്കെ എന്തുമെന്ന് പറയാനായിട്ടുണ്ട്. അവിടെ പൈസ കൊടുക്കണം. അയാൾ 16,000 രൂപ കഴിഞ്ഞ വർഷം മകൾക്ക് താമസിച്ച സ്ഥലത്ത് അദ്ദേഹം കൊടുത്തതാണ്, പൈസ കൊടുത്തതാണ്. പോട്ടെ, ആ വിഷയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനോടൊരു അനുതാപപൂർണമായ മറുപടി ഇദ്ദേഹം പറഞ്ഞതെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇയാൾ 1 മാസം മുമ്പ് കത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, മരിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിനോട് ചേർന്ന് ഒരു മരുന്ന് കവറിൻ്റെ പുറത്ത് ഞാൻ മരിക്കുന്നു, എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ പെൻഷൻ കുടിശ്ശിക വരുത്തിയ സർക്കാരാണെന്ന് ഒരു മരുന്ന് കവറിൻ്റെ പുറത്ത് ഇയാൾ എഴുതിയിട്ടുണ്ട്. മന്ത്രി ഇന്നലെ പറഞ്ഞത് ആ എഴുതിയതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ്. ഇയാളെ വിളിച്ച് ചോദിക്കൂ, അരെ പാപ്പച്ചൻ ജോസഫിനെ വിളിച്ച് ചോദിക്കൂ, അയാളോട് എങ്ങനെ അന്വേഷിക്കും? നോക്കൂ. അപ്പോൾ ഇവർ എത്ര ഈ ഇൻസെൻസിറ്റീവായിട്ടാണ് ഈ അധികാരം തലയ്ക്ക് കയറി ഇവർ മാറിയത്. ഇത് ബംഗാൾ നോക്കൂ, 2 മാസം മുമ്പ് ജ്യോതി ബസുവിൻ്റെ അനുസ്മരണം ഉണ്ടായി. അവിടെ ജ്യോതി ബസുവിനെ അനുസ്മരിക്കാൻ ഒരു CPM-കാരൻ ബംഗാൾ നിയമസഭയിൽ ഉണ്ടായില്ല. അവിടെ നടന്നപ്പോൾ ജ്യോതി ബസുവിൻ്റെ അനുസ്മരണം നടക്കുകയാണ് ബംഗാൾ നിയമസഭയിൽ. പക്ഷെ ജ്യോതി ബസുവിനെ അനുസ്മരിക്കാൻ നിയമസഭയിൽ ഒരു CPM-കാരൻ പോലും ഇല്ല. ജ്യോതി ബസുവിനെ അനുസ്മരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സുകാരാണ്.
ആ അവസ്ഥ അവിടെ ഉണ്ടായെങ്കിൽ ഇവിടെയും ഉണ്ടാകും. അതൊക്കെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ മനക്കോട്ടയായും എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മാനേജ് ചെയ്യാം എന്നതിൽ ഗവേഷണം ചെയ്തവരാണ് ഇവിടെയുള്ള CPM-കാർ. അവർക്കത് പർച്ചേസ് ചെയ്യാനും ജനങ്ങളെ മാനേജ് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക ബിരുദമുണ്ട്. അത് തന്നെയാണല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പ്രകടമായി കാണുന്നതും. എല്ലാ കാലത്തും അത് ഉണ്ടായി വരണമെന്നില്ല. തുടർഭരണം കിട്ടാനിടയായ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോവിഡ് ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ പശ്ചാത്തലവും ഗവൺമെൻറ്റിനോട് ജനങ്ങൾ വല്ലാതെ ഡിപ്പെൻഡൻ്റ് ആയ ഒരു സാഹചര്യവും. എന്തിനേറെ ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾക്കൊന്നും അതിൽ പങ്കൊന്നുമില്ല. സർക്കാർ പരസ്യത്തിൽ മാത്രം ജീവിച്ചു പോയ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ എന്തു പറഞ്ഞാലും കൊടുക്കാൻ അവർ നിർബന്ധിതരായി. അപ്പം യഥാർത്ഥത്തിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം PRD പ്രസിദ്ധീകരണങ്ങൾ പോലെയാണ് ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 60 കോടി രൂപയാണ് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തത്. അതെ, കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കാനും വാർത്തയാണോ പരസ്യമാണോ എന്ന് അറിയാത്ത രൂപത്തിൽ, അറിയത്തില്ല, ദൃശ്യമാധ്യമങ്ങളിലെല്ലാം അരമണിക്കൂർ പരിപാടി, വാർത്തകൾക്കിടയിൽ തന്നെ പരസ്യമല്ല, പരിപാടികൾ, വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പരിപാടി ആയിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് പരസ്യമാണ്. കിഫ്ബി വഴി പൈസ കൊടുക്കുമായിരുന്നു. അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ആ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ ആ നിലയിൽ വരാതെ പോയത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ പിന്നെ സ്വയംൻ്റെ ഈ മലയാളി വാർത്തയുടെ മാധ്യമപ്രവർത്തകരോട് നാട്ടിലിറങ്ങി ആരോടും ചോദിക്കേണ്ട സർവ്വസാധാരണക്കാരായ മനുഷ്യരോട് മൈക്ക് കൊണ്ടുവച്ചിട്ട്, ഞാൻ ഇന്നാൾ ഒരു പ്രധാന മലയാള ചാനലിൽ 2-3 ആളുകൾ ഇരുന്ന് നടത്തുന്ന ഒരു ചർച്ചയിൽ കണ്ടു. സുനിൽ കനഗോലുവിൻ്റെ ഏർപ്പാടാണ് ഈ ചാനലുകാരെല്ലാം ജനങ്ങളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവരെല്ലാം പിന്നെ സർക്കാരിനെതിരായിട്ടാണ് പറയുന്നത്. അത് സുനിൽ കനഗോലു മാനിപ്പുലേറ്റ് ചെയ്ത് പറയിക്കുന്നതാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് ഞാൻ പേരും മാധ്യമത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, 3-4 പേരിരുന്ന് ചർച്ച നടത്തുന്ന ഒരു സംവിധാനത്തിലാണ് ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് അവർ. അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല. നിങ്ങൾ നാട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഏതൊരാളോടും, കർഷകനായിക്കൊള്ളട്ടെ, പെൻഷൻ വാങ്ങിക്കുന്നുള്ളവനായിക്കോട്ടെ, 18% DA കുടിശ്ശിക മുടങ്ങിയ ലീവ് സറണ്ടർ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥനാകട്ടെ, 2 മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത KSRTCയിലെ പെൻഷനറാകട്ടെ, 1.5 മാസമായിട്ട് കൃത്യമായി ശമ്പളം കിട്ടാത്ത KSRTCയിലെ ജീവനക്കാരനാകട്ടെ, ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് അതിനുള്ള പൈസ ചെലവാക്കാനില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സ്കൂളിലെ പ്രഥമാധ്യാപകരാകട്ടെ, അങ്ങനെ ഈ നാട്ടിലെ വാചക തൊഴിലാളികളുണ്ടല്ലോ സ്കൂളിൽ, അവർക്ക് ഇത് കിട്ടാറായിട്ടില്ല, കിടപ്പ് രോഗികൾക്കുള്ള, അവരെ നോക്കുന്നവർക്കുള്ള പെൻഷൻ കിട്ടാത്തവരാകട്ടെ, സാധാരണ സർക്കാർ ആശുപത്രികളിൽ സർക്കാർ പണം കൊടുക്കാത്തത് മൂലം സർജറി മുടങ്ങിയിരിക്കുന്ന രോഗികളാകട്ടെ, ഇവരൊക്കെ ആണല്ലോ ഈ നാട്ടിലൊരു മാധ്യമ പ്രവർത്തകൻ മൈക്കുമായിട്ട് ഇറങ്ങിയാൽ ആദ്യം കാണുന്ന ആളുകൾ, പ്രതികരിക്കുന്നവർ. അവരാരെങ്കിലും ഈ സർക്കാരിന് അനുകൂലമായി പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഈ സർക്കാർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് സുനിൽ കനഗോലു ജനങ്ങളെ ആകെ ഈ മാന്ത്രികൻ മജീഷ്യന്മാർ ചെയ്യുന്നത് പോലെ അങ്ങനെ മയക്കി എടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ മന്ത്രിമാരെ ഞാൻ വിടുന്നു. ഭരണക്കാർ വേറൊരു ലോകത്താണ്. അതല്ലാതെ അവർ ജനങ്ങളിൽ നിന്ന് വല്ലാതെ അകന്നിട്ടുമുണ്ട്. ജനങ്ങളുടെ പൾസൊന്നും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിങ്, കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞാൻ 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളാണ്, കർണാടകത്തിലും തെലങ്കാനയിലും. 2 സംസ്ഥാനത്തും കോൺഗ്രസ് അധികാരത്തിൽ വന്നതാണ്. ജനങ്ങൾ എങ്ങനെയാണ് ഒരു ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരായിട്ട് സമീപനം സ്വീകരിക്കുന്നത് എന്ന് നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു തരത്തിലും ഈ ഗവൺമെൻറ്റിന് 2 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഏറ്റുവാങ്ങിയ ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്ന ഗവൺമെൻറ് തന്നെയാണിത്, ഒരു സംശയവും വേണ്ട. പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയിലാണോ, അതോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേർക്കടക്കം ഉയർന്ന ഈ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലേക്ക് പ്രതിപക്ഷം കടക്കും? അല്ല, ഇന്ന് അദ്ദേഹത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് നന്ദി പ്രമേയത്തിൻ്റെ ചർച്ചയുടെ അവസാന ദിവസം ഉന്നയിച്ചു. ഒരു മുഖ്യമന്ത്രി അതിനെ
നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. 2.5 മണിക്കൂർ പ്രസംഗം ഉണ്ടായിരുന്നു. ആ ഭാഗം വന്നപ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തയ്യാറാക്കി ആരാണെങ്കിലും കൊള്ളാം, അത് സിനിമയിൽ തിരക്കഥ എഴുതുന്നവരായിരിക്കാം, വൈകാരികമായ ഒരു സാധനം കൊണ്ടുവന്ന് നാടകീയമായ ചില അംഗചലനങ്ങളൊക്കെ വരുത്തി അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യങ്ങൾ ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഒരു ദിവസം തന്നെ ഈ സർക്കാരിൻ്റെ 3 അഴിമതി ആരോപണങ്ങൾ നിയമസഭയിൽ എഴുതി കൊടുത്തു ഉന്നയിച്ചു. പക്ഷെ അതിനൊന്നും ഫോളോ അപ്പ് കുറവാണ്. അത് ഞാൻ പറയാം. ഒന്ന്, പിന്നെ AI ക്യാമറയിലെ അഴിമതി ഞാൻ ഉന്നയിച്ചു. ഫോണിലെ അഴിമതി റോജിയും ജോൺ ഉന്നയിച്ചു. മാസപ്പടി അഴിമതി മാത്യു കുഴൽനാടൻ ഉന്നയിച്ചു. ഒരു ദിവസം ഞാൻ നിയമസഭയിൽ ഇത് 3ാമത്തെ ടൈമാണ്. ഇതുവരെ ഒരേ ദിവസം പ്രതിപക്ഷം 3 അഴിമതി ആരോപണം അതും എഴുതി കൊടുത്ത് ഉന്നയിക്കുന്നത് അപൂർവമായിട്ടുള്ളതാണ്. ഉന്നയിച്ചു, ശരിയാണ്. ഇനി ഇപ്പം നിയമപരമായ ഫോളോ അപ്പ് ഉണ്ടാകുന്നുണ്ട്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തണം. ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ച ഒരു വലിയ സമരവീര്യമുണ്ട്. അത് അവരെ കെടാതെ നിലനിർത്തണം. അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ കെടുതികൾ മൂലം ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരെ ഓരോരുത്തരെയായിട്ട് പ്രതിപക്ഷം, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയേണ്ടതല്ല, അവിടെയും പറയുന്നുണ്ട്, അവരെ ഓരോരുത്തരെയായി അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ വേണം. അതിലിപ്പം മത്സ്യത്തൊഴിലാളികളുണ്ടാകാം, അതിൽ കശുവണ്ടി തൊഴിലാളികളുണ്ടാകാം, പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടാകാം, പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ടാകും. അങ്ങനെ ഇപ്പോൾ ഇന്ന് എൻ്റെ CPO, അതായത് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇന്നലെ അവർ മനുഷ്യച്ചങ്ങലയുണ്ടായിരുന്നു ഇവിടെ. ഇന്ന് അവരെ സമരത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോയി. ആയിരക്കണക്കിന് കുട്ടികളാണ് വന്നിരിക്കുന്നത്. അവർക്ക് ജോലി കൊടുക്കുന്നില്ല. ഇവിടെ പോലീസുകാർ മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അടുപ്പിച്ച അത്തരം വാർത്തകൾ വരികയാണ്. എന്താണ് ഫോഴ്സിൽ ശബരിമലയിലെ പ്രശ്നമുണ്ട്. ഇന്ന് നമ്മൾ നിയമസഭയിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞു ശബരിമല ഇഷ്യൂ വന്നപ്പോൾ, അതായത് എല്ലാ കാലത്തും ഗവൺമെൻറ് വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. ഇത് ആൾക്കാർ തെറിയൊക്കെ വിളിക്കും ഭരിക്കുന്നവരെ. പക്ഷേ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ഏക സർക്കാരും മന്ത്രിമാരും ഇതാണെന്ന് പറഞ്ഞു. മൾട്ടി ലാംഗ്വേജ് തെറി. കാരണം ഈ സർക്കാർ കഴിഞ്ഞ മാസം തമിഴിൽ തെറി കേട്ടു, തെലുങ്കിൽ തെറി കേട്ടു, ഹിന്ദിയിൽ തെറി കേട്ടു, കന്നഡയിൽ തെറി കേട്ടു, ഇംഗ്ലീഷിൽ തെറി കേട്ടു. അങ്ങനെ മന്ത്രി പറഞ്ഞത് കപടഭക്തരാണെന്നാണ്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമല്ലേ, കഷ്ടമല്ലേ? കാരണം അദ്ദേഹം പറഞ്ഞത് സന്നിധാനത്ത് വരെ വന്നിട്ട്, സന്നിധാനത്തൊന്നും വന്നിട്ടില്ല. നിങ്ങളൊക്കെ നമ്മളെല്ലാം പന്തളത്ത് വന്ന് വേദനയോടുകൂടി മാലയൂരി മടങ്ങിയതാണ് അവരെ കപടഭക്തർ എന്ന് അവർക്ക് എന്തുമാത്രം വേദന ഉണ്ടായിരിക്കും. അവർ പന്തളത്ത് അയ്യപ്പൻ്റെ ഒരു പാന്തളം കൊട്ടാരവും ക്ഷേത്രവും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവിടെ വരെ എത്തി. കാരണം ഞാൻ മന്ത്രിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ പോലീസില്ല, പോലീസ് മുഴുവൻ മറ്റേ നവകേരള യാത്രയുടെ പുറകെ പോയി. 90,000 പേര് വരെ കയറിക്കൊണ്ടിരുന്നതാണ് അവിടെ വെർച്വൽ ക്യൂ സിസ്റ്റത്തിൽ. അത് സർക്കാർ 60,000 ആക്കി കുറച്ചു. അവിടുത്തെ തിരക്ക് നിയന്ത്രിച്ചു എന്ന് ഹൈക്കോടതി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്ത്? ഈ ആളുകളെല്ലാം എവിടെ ആയി? ആളുകൾ നിലയ്ക്കലായി, എരുമേലിയിലായി, കണമല റോഡിലായി. ഈ റോഡിൽ കിടക്കുന്നവന് 8, 9, 10 മണിക്കൂർ റോഡിൽ കിടക്കുമ്പോൾ വെള്ളമുണ്ടോ? ഈ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ടോ? അപ്പോഴാണ് ആളുകൾ ഇറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നിയമസഭയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എണ്ണത്തിൽ കുറവാണെങ്കിലും വളരെ കാലിബറുള്ള പ്രതിപക്ഷ അംഗങ്ങളാണ് ഇപ്പോഴുള്ളത്. പക്ഷെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു മാന്യതയുടെ രാഷ്ട്രീയം വിട്ട് പച്ചയ്ക്ക് പ്രതികരിക്കുന്ന, പച്ചയ്ക്ക് സമര രീതികളിലേക്ക് കടക്കുന്ന അത്തരം ആളുകൾക്കാണ് കൂടുതൽ കയ്യടികൾ ലഭിക്കുന്നത്. അവിടെ ഇപ്പോഴും കുറേ അധികം ഒരു മാന്യതയുടെ പരിവേഷത്തോടെ നിൽക്കുന്ന UDF നേതാക്കൾക്ക് എത്രമാത്രം ജനങ്ങളുടെ ഭാഗം പച്ചയായ സമരത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ കഴിയും? എനിക്ക് ഉത്തരവുണ്ട്. ഒന്ന്, കേരളത്തിലെ ജനങ്ങൾ UDFനെയും LDFനെയും നോക്കിക്കാണുന്നത് 2 രൂപത്തിലെന്നാണ്. UDFന് നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളാകട്ടെ, അവതരിപ്പിക്കുന്ന രീതിയാകട്ടെ, ചെയ്യുന്ന സമരങ്ങളാകട്ടെ, UDFലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ശൈലിയുണ്ട്. നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭങ്ങളെ കൂടുതൽ ശക്തമാക്കണം എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇപ്പോഴുള്ളതിലേക്കാൾ ശക്തമാക്കണം.
ഇപ്പോഴുള്ളത് ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ മതിയാണോ എന്ന് ചോദിച്ചാൽ മതിയല്ല എന്ന് തന്നെ അഭിപ്രായമുള്ള ആളാണ്. എനിക്കത് തുറന്നു പറയുന്നതിന് മടിയുമില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ശൈലിയിൽ സംസാരിക്കുകയോ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയോ ഇപ്പോൾ ഇന്ന് ഞങ്ങളെ ഉപദേശിക്കുകയാണ്, പിണറായി വിജയൻ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഈ സഭയിൽ വന്നിട്ട് ഇങ്ങനെയെല്ലാം നിരന്തരമായി. എടാ, ഈ സഭയിൽ ഞാൻ അംഗമായിരുന്നപ്പോഴാണ് ഈ സഭ തല്ലിത്തകർത്തത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മാണി സാറിനെ നിയമസഭയിൽ കയറ്റൂല എന്ന് പറഞ്ഞിട്ട് മാണി സാറിനെതിരെ എന്തൊക്കെയാ പറഞ്ഞ്, എന്താണ് കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്ന് പറഞ്ഞു. മാണി സാറിൻ്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വയോധികയായ ഭാര്യയെ നിയമസഭയ്ക്കകത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വന്ന് അപമാനിച്ചു. എന്നിട്ട് മാണി സാറിന് പിന്നീടുള്ള ഒരു ബജറ്റിൽ 5 കോടി സ്മാരകത്തിനും പ്രഖ്യാപിച്ചു. ഇപ്പം ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, ഇപ്പം ഞങ്ങളെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ മര്യാദ പഠിപ്പിക്കാൻ വരുന്ന ഇവർ കേരള നിയമസഭയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ UDF നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിക്കകത്ത് നിന്നുകൊണ്ട് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന അഗ്രസീവ്നെസ് ഉണ്ട്. അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പ്രവർത്തനത്തെ കൂടുതൽ കരുത്തോട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നമുക്ക് താൽക്കാലികമായി ചിലപ്പോൾ ഒരു ഹൈപ്പ് കിട്ടും എന്ന് കരുതി നമ്മളിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ അമാന്യമായി പെരുമാറണം എന്ന ഒരു രീതിയോട് യോജിക്കുന്നില്ല. അക്രമത്തിലേക്ക് പോകണം എന്നതിനോട് യോജിക്കുന്നില്ല. എന്നാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ വീഴ്ചകളെയും തുറന്നു കാണിച്ച്, അതാണ് നേരത്തെ പറഞ്ഞേ, ഇവരുടെ നയങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന സെക്ടർ വൈസ് ആയിട്ടുള്ള ആളുകളെ ഓരോ ഇടത്തും സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഈ വരുന്ന ആളുകൾ കേരളത്തെ ഒരു വലിയ സമരഭൂമിയാക്കി മാറ്റും. അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വളരെ കുതന്ത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഈ മിക്ക പാർലമെന്റ് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് എന്ന് CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. സംസ്ഥാന സമിതിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചതെങ്കിലും കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ കേരളത്തിലെ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് ഇപ്പോൾ സാഹചര്യമുള്ളത്. മറുവശത്ത് ഒരു സമുദായത്തെ ചേർത്ത് പിടിക്കണം, അവരെ സംരക്ഷിക്കണം എന്നുള്ള വാദഗതികളോടെ പച്ചയായ വർഗീയതയാണ് CPM ഇവിടെ വിളമ്പുന്നത്. വളരെ ദുർഘടഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ UDFന്റെ യാത്ര. ഒരു ഹൈന്ദവ വിരുദ്ധത UDFന് മേൽ ആരോപിക്കപ്പെടുന്നു ഒരു വശത്ത്, മറുവശത്ത് ഇതിനെല്ലാം ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിണറായി വിജയന്റെ കുബുദ്ധി തന്നെയാണ്. എങ്ങനെ നേരിടും? അല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒന്നും അല്ല അവർ ചെയ്യുന്നത്. ഇത്ര സമർത്ഥമായി വർഗീയത പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയും നേതൃത്വവും കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. CPMന് മുമ്പ് നേതാക്കന്മാരുണ്ടായെങ്കിൽ പോലും ഇപ്പോൾ അച്യുതാനന്ദനൊന്നും ഈ പിണറായി വിജയൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയും. അച്യുതാനന്ദൻ വേറൊരു ശൈലിയുടെ ആളായിരുന്നു. ആദർശം. EK നയനാർ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നില്ല. അച്യുത മേനോനോ CPIയുടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. EMSനോ പറ്റുമോ? പിണറായി വിജയൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട്, നല്ല താങ്കൾ ഇവിടെ പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ്, പച്ച വർഗീയത. എല്ലാവരെയും വിഭജിക്കുകയാണ്. വിഭജിച്ച് പല തട്ടിലാക്കി അതിനകത്തുനിന്നും മുതലെടുപ്പ് നടത്തി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ നോക്കുക. ഇന്നിപ്പോൾ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അദ്ദേഹം പറയുകയാണ്, രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം രാഹുൽ ഗാന്ധി എന്തിന് അമ്പലത്തിൽ പോയി? നോക്കൂ, യഥാർത്ഥത്തിൽ എന്താണ്? രാഹുൽ ഗാന്ധി അവിടെ അമ്പലത്തിൽ പോകുമ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രി ആ ക്ഷേത്രത്തിൽ പോകുന്നത് തടയുകയാണ് ഉണ്ടായത്. ക്ഷേത്ര ദർശനത്തിന് അനുവാദം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടെയുള്ളവരും കൂടി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നോക്കൂ, പിണറായി വിജയൻ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? നോക്കൂ, രാഹുൽ ഗാന്ധി പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അമ്പലത്തിൽ പോകുന്നു. ഞാൻ ചോദിക്കുന്നത്, അമ്പലത്തിൽ പോവുക എന്നത് വിശ്വാസമാണോ വർഗീയതയാണോ? അത് വിശ്വാസമാണ്. അപ്പോൾ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്
ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പം ഇവരുടെ പല നേതാക്കന്മാരും ഈ സന്ദേശത്തിൽ ശങ്കരാടിയോട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, കുമാരപിള്ള സാറ് കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നീ ഇതിനി ആരോടും പറയണ്ട എന്ന് പറയുന്ന പോലെയാണ്. ഇവർ പിന്നെ പല ആരാധനാലയങ്ങളിലും പോകുന്നുണ്ട്. പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നവരല്ല എന്ന് പറയുന്നവരാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെയല്ല. അപ്പോൾ പള്ളിയിൽ പോകുന്നതിനോ അമ്പലത്തിൽ പോകുന്നതിനോ ഒരു നിയന്ത്രണവും ഇല്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമനപ്പേരിട്ട് കേരളത്തിൻ്റെ സമൂഹത്തെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കൃത്യമായി വിഭജിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ പിണറായി വിജയൻ്റെ അഴിമതിയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, പിണറായി വിജയൻ്റെ വർഗീയ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ അഴിമതിയേക്കാൾ കൂടുതൽ ഒരിക്കൽ കൂടി അധികാരം നിലനിർത്താനോ കൊണ്ടുപോകാനോ വേണ്ടി കേരളത്തിൻ്റെ സമൂഹത്തെ വിഭജിക്കുന്ന ഈ വർഗീയ പ്രവർത്തനത്തെയാണ് ഞാൻ വെറുക്കുന്നതെന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് അത്രത്തോളം എത്തിപ്പെടാൻ കഴിയുന്നില്ലായിരിക്കും. പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ മുഴുവൻ ഒരു പിണറായിയിൽ മാത്രം ഒതുക്കി നിൽക്കുന്നു. അതിനിപ്പുറത്ത് മന്ത്രിസഭയിലെ മറ്റെല്ലാവരും ഏകദേശം മൂകരായി പിണറായിക്ക് പിന്നിൽ നിൽക്കുന്നവരാണെങ്കിലും വലിയ അഴിമതിയുടെ ഗന്ധം കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ തളം കെട്ടി നിൽപ്പുണ്ട്. ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ആരും മെനക്കെടുന്നില്ല. പ്രതിപക്ഷം ഒരു സ്കാനിങ്ങിന് ഇവിടെയുള്ള അധികാരികളെ, മന്ത്രിമാരെ വിധേയരാക്കുന്നില്ല. അവിടെയൊക്കെ പിണറായിയുടെ ഒരു ഷെയ്ഡ് അവർക്ക് തണലാവുകയാണ്. അപ്പോൾ പിണറായി എന്ന ഒരൊറ്റ ആൽമരത്തിന് നേർക്ക് ആക്രമിക്കാനുള്ള ശ്രമം, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യാക്രമണങ്ങൾ പലപ്പോഴും ഒരു തളർച്ച തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്നാമത് ഇത്രയധികം ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ അല്ല, വസ്തുതാപരമായ അഴിമതികൾ ഒന്നൊന്നായി വന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കടകംപള്ളി കരാറുകാരിൽ നിന്ന് പിരിവെടുക്കുന്ന കാര്യം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുക മുഹമ്മദ് റിയാസ്. അതെ അതെ അതെ, എന്തെല്ലാം കഥകളാണ്. അത് മാത്രമാണോ ഇവിടെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോണ്, AI ക്യാമറ, ഇതിൻ്റെ എല്ലാ അഴിമതികളും കിടക്കുകയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോവിഡ് കാലത്ത് നടത്തിയ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 800 കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്ത അഴിമതി ആരോപണം ഉന്നയിച്ച ഒരു സാമാജികനാണ്. ഇവിടെ ഗ്ലൗസ് വാങ്ങിയതിൽ, PPE കിറ്റ് വാങ്ങിയതിൽ, N95 മാസ്ക് വാങ്ങിയതിൽ നോക്കൂ, ജനങ്ങൾ അവരുടെ ജീവന് വേണ്ടിയിട്ട് പെടഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ആ സമയത്ത് പോലും ഇവർ ഈ അഴിമതി നടത്തിയത്. അപ്പം ആരോഗ്യവകുപ്പിൽ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ എണ്ണി പറഞ്ഞ ഓരോ മേഖലയിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിലെ കാര്യം അവരുടെ നേതാക്കന്മാർക്കെതിരെ അവരുടെ തന്നെ ആളുകൾ പറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ വകുപ്പ് തിരിച്ച് നമ്മളെടുത്താലും വലിയ തോതിൽ വ്യാപകമായ അഴിമതിയും ഒരു കമ്മീഷനും അത്തരം ഇടപാടുകളും. ഇപ്പോൾ അദാനിക്ക്, നരേന്ദ്രമോദിക്ക് അദാനി ഉള്ളതുപോലല്ലേ ഊരാളുങ്കൽ. അതെ, ഊരാളുങ്കൽ അദാനി നമുക്ക് ഒരു സാമ്യപ്പെടുത്താൻ പോലും കഴിയില്ല. കാരണം ഊരാളുങ്കൽ എന്ന് പറയുന്നത് ഒരു പാരലൽ സംവിധാനമാണ്. അതെ അതെ, ഇപ്പം മറ്റ് കരാറുകാരെല്ലാം സംസ്ഥാനം വിട്ടുപോവുകയാണ്. കാരണം ഇത് ഒരു പിന്നെ വ്യവസ്ഥയും ഇല്ലാതെ സർക്കാരിൻ്റെ പ്രവൃത്തികൾ ഒക്കെ തന്നെ അവർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കൃത്യമായ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. വരേണ്ടി വരും, തീർച്ചയായും വരും ദിവസങ്ങളിൽ അതെല്ലാം തന്നെ വരും. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് എനിക്കൊരു അഡീഷണൽ ചേർക്കാനുണ്ട്. ഒരു വശത്ത് രാഹുൽ ഗാന്ധിയെ BJP അറ്റാക്ക് ചെയ്യുമ്പോൾ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഈ പറഞ്ഞു, പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞു ഇവിടുത്തെ ഒരു പ്രമുഖനായ വ്യക്തിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ അഴിമതി നടന്നു. പക്ഷേ പ്രസംഗത്തിൽ മതിയോ? കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവിടെ ഇവിടെയും വന്ന് അവസാനിച്ചു, അങ്ങനെ പോകുന്നു. അതിന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നില്ല. സീതാറാം യെച്ചൂരി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയിൽ നിന്നും പിണറായി വിജയന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ആ നിലയിൽ ഉള്ള സംരക്ഷണവും സൗകര്യവും എല്ലാം ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇവിടെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റു വർത്തമാനവും പറഞ്ഞ് പോകുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഞാൻ പറഞ്ഞില്ല, ഇതിനെല്ലാം അങ്ങനെ സ്ഥായിയായി കേരളത്തിലെ ജനതയെ
കബളിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല. നോക്കിക്കൂ, ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും, കൃത്യമായിട്ടുണ്ടാകും. പക്ഷേ അതിന് ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ അധികാരത്തിൽ ഭരിക്കാൻ ആളുകളെ തിരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് പ്രതിപക്ഷത്തെയും തിരഞ്ഞെടുത്തേക്കുന്നത്. അല്ലാതെ വോട്ട് കുറഞ്ഞവർ പ്രതിപക്ഷമാകുന്ന കൺസെപ്റ്റ് വേണ്ട. ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടരെ ജനം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശരിയാവണ്ണം ഭരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതിപക്ഷത്തെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജോലി നമ്മളും ചെയ്യും. വളരെ വ്യക്തതയുള്ള ഉത്തരങ്ങളാണ് അങ്ങ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷം തിരുത്തലുകൾക്ക് കൂടുതൽ ശക്തമായ പ്രതിരോധത്തിലേക്ക്, ആക്രമണത്തിലേക്ക് കടക്കും എന്നതിൻ്റെ സൂചന അതുതന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും. കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ. വളരെ നന്ദി, നമസ്കാരം.